അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ഒക്കെ തെളിവുണ്ടെങ്കിലും മൊബൈൽ ഫോണാണ് ഒരാൾക്കുള്ള തെളിവ്. ഇയാളെന്നെ ആശുപത്രിയിലെ മൂപ്പരെ ഭാര്യനെയും കൊണ്ടുവന്നപ്പോ സ്കാൻ മെഷീൻ കണ്ടോലോ. അപ്പൊ മൂപ്പർക്ക് തോന്നി നമ്മൾ അഹ്ലുസുന്നത്ത് തെളിയിക്കാൻ ഈ സ്കാൻ മെഷീനും പറ്റുമെന്ന്. മൂപ്പര് വിശദീകരിക്കണം, നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് മൗലവി, നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബ പ്രസംഗത്തിലും പറഞ്ഞത്, മറിഞ്ഞ കാര്യം മറ്റാർക്കെങ്കിലും അറിയുമെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹു ശിർക്കാക്കാനാണ്, അവൻ മുശ്രിക്കാകും. അതുകൊണ്ട് ആ സുന്നികളെ പറ്റി കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കൽവാകാമെന്നോവർ ഇത് പറഞ്ഞ ശിർക്കായി പോയി നല്ല നിങ്ങൾ പ്രസംഗിച്ചത്. ശരിയാ, പക്ഷേ ഗർഭത്തിന്റെ ഉള്ളിലുള്ള കുട്ടി തല തിരിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ എങ്ങനെ പറയും? നിഗമനം അങ്ങനെ ഉണ്ടായേക്കാം, ഒരു സാധ്യത. അങ്ങനെ പൊന്നാര ഡോക്ടർ സാർ ഞങ്ങൾ പറയരുത്, സംഗതി പ്രസംഗിച്ചു എന്നുള്ളതൊക്കെ ശരിയല്ല, പക്ഷെ ഇത് ഡേഞ്ചർ കേസാ. എന്ത്? വയറ്റിന്റെ ഉള്ളിൽ തന്നെ കുട്ടി തല തിരിയാൻ തീരുമാനിച്ചാൽ പുറത്തു വന്നാൽ പിന്നെ കഥ പറയേണ്ടി വരില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിർബന്ധമാണെങ്കിൽ ഞാനൊരു സ്ലിപ്പ് തരാം. ഈ സ്ലിപ്പുമായിട്ട് നേരെ പോകുന്ന എങ്ങോട്ടേക്കാ? ശൂന്യമല്ലാക്കാരെടുത്തേക്ക സ്കാൻ മെഷീൻ. ആ സ്കാൻ മെഷീൻ ഇങ്ങനെ പാടുക, കുപ്പിക്കുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളെ വയറാകം എന്നോർ പേടിക്ക് അന്തർ ബേട്ടയ്ക്ക് കോയി ബാത്തുന്ന നിങ്ങളെ പള്ളനുള്ള കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആരാ? പ്ലാസ്റ്റിക്കിന്റെ മെഷീനാ. അപ്പൊ ഈ മുജാഹിദ് സ്കാൻ മെഷീൻ അക്ബർ എന്ന് പറയേണ്ടി വരും, അള്ളാഹു അക്ബറിന് പകരം. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത്, ഈ കാലഘട്ടം പരിഷ്കരിച്ചു വരും തോറും സത്യത്തിൽ സുന്നത്ത് ജമാഅത്ത് ഇങ്ങനെ ഉഷാറാവുകയാണ്. പക്ഷേ അത് പഠിക്കണം മാത്രം. നമ്മൾ ഒരു നിരക്ക് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മളിങ്ങനെ നോക്കിയാൽ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാറ്റും തെളിവുണ്ട് എന്ന കാര്യം ഉറപ്പാ. പക്ഷെ കാന്തപുര രംഗത്ത് വന്നപ്പോ അതൊക്കെ രംഗത്ത് കൊണ്ടുവന്നു, അതിന് പറ്റുന്ന സക്കാഫികളെ രംഗത്തിറക്കി. അതിൽപ്പെട്ടൊരു സക്കാഫിയാണ് ഈ കാണുന്നത് അല്ലോ. ഇതിന്റെ കോലങ്ങൾ കണ്ടല്ലോ. ഏതാണെങ്കിലും സഹോദര നോക്കൂ, നിങ്ങൾ സ്കാൻ മെഷീൻ ആണോലോ വേറൊരു തെളിവ്. അപ്പോ നമ്മൾ പരിശോധിക്ക, സ്കാൻ മെഷീന് എന്ത് കിട്ടും? സ്കാൻ മെഷീന് അള്ളാന്റെ ഔലിയാക്കൾ പറഞ്ഞത് തെറ്റുന്നുള്ളതിന്, നിങ്ങൾ പറയുന്ന ഔലിയാക്കൾ തെറ്റുന്നുള്ളതിനുള്ള ഒന്നാമത്തെ തെളിവാണ് അല്ലേ? സ്കാൻ മെഷീന് കറണ്ട് അല്ലെങ്കിൽ നടക്കുവോ? അപ്പൊ ആജാതി കറണ്ട് ഇല്ലാത്ത ഫ്യൂസ് പോയ ഔലിയാക്കളാ നിങ്ങളത്. വേറൊന്നും ഓപ്പറേറ്റർ ഇല്ലാതെ നടക്കുവോ? ഓപ്പറേറ്റർ ഇല്ലാതെ മുസ്ലിയാരെ ഭാര്യയും ചെന്നാല് സ്കാൻ മെഷീനിന് വിളിക്കുമ്പോൾ വാന്നറിയും, എന്നിട്ട് ഭാര്യനെ സ്കാൻ ചെയ്തിട്ടാണ് വിടുവോ? ഇല്ല, ഓപ്പറേറ്റർ വേണ്ടി വരും. അല്ലെങ്കിലും സമസ്തന്റെ ഔലിയാക്കൾക്ക് ഓപ്പറേറ്റർ വേണമല്ലോ. ഞാനിത് ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഞാൻ നിങ്ങളൊരു ഭാഗം കേൾപ്പിക്കാം. ആ ഭാഗം ഇസ്ലാമാണോ അല്ലേ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷേ ആ ഭാഗം വിശദീകരിക്കുന്ന വ്യക്തി ആ ഭാഗം വിശദീകരിച്ച ആളുകളെ ചീത്ത പറഞ്ഞിട്ട് പറയാണ്, എങ്ങനെയാണിത് വിശദീകരിക്കേണ്ടതെന്ന് പഠിപ്പിച്ചെടുക്കുക. അഥവാ ലാ ഇബ്ലീസ ഇല്ലല്ലാഹ്,